ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് കണ്ട അതേ സെയിം സീനാണ്. തണ്ണാണെങ്കിൽ പീമം കരയുമ്പോഴത്തേക്കും സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ തണ്ണിനെ കിസ് ചെയ്യുകയാണ്. ആ ടൈമിലാണ് പുറത്തൊരു കാറ് വരുന്ന ശബ്ദം കേട്ടിട്ട് തണ്ണ് പീമിനെ കിസ് ചെയ്തതിൽ നിന്ന് തടയുന്നത്. പീം എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ തണ്ണാണെങ്കിൽ പീമിനെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. പുറത്ത് എന്ത് ശബ്ദമാണ് കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയമാണ് നമ്മളെയും കാണിക്കുന്നത് ആ പുറത്ത് കാറിൽ വന്ന് ഇറങ്ങിയത് ജെറ്റിൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ വേറെ കുറേ പയ്യന്മാരുമായിരുന്നു. ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കയ്യിൽ തോക്കുമുണ്ട്. കണ്ണിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവൻ ഉടനെ തന്നെ പീമിനെയും കൊണ്ട് ഒരിടത്ത് കയറി മറങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ജനലി വഴി അവരെല്ലാവരും കൂടെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്തോ ഭാഗ്യത്തിന് അവർ മറങ്ങിയിരുന്നത് കൊണ്ട് മാത്രമാണ് തണ്ണിനും പീമിനും ആ ഒരു സമയം ഒന്നും പറ്റാത്തത്. പെട്ടെന്ന് തന്നെ ഇവരാണെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി ഏതൊക്കെയോ സ്ഥലത്തേക്ക് ഓടി പോകുന്നുണ്ട്. അന്നേരം കറക്റ്റ് ജെറ്റിൻ്റെ അസിസ്റ്റൻറ്റും മറ്റ് പയ്യന്മാരും കൂടെ ആയിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇവരെങ്ങോട്ടാണ് പോയെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഓരോരോ വഴിക്ക് പോകുന്നുണ്ട്. ആ സമയം ഇവരെല്ലാവരും ഓടി ഒരു ഗോഡൗൺ പോലത്തെ എവിടെ എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സത്യം പറയുന്നത് ഫ്രീ ഫയർ ഗെയിം പോലെ തന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തു ചാറ പറയാത്ത ഷൂട്ടിങ്ങാണ്. ആ ടൈമിലാണ് ബൈക്കിൽ ആരും അങ്ങോട്ടേക്ക് വരുന്നത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട്. അയാൾ വന്നിട്ട് ജെറ്റിൻ്റെ അസിസ്റ്റൻറ്റിനെയും ബാക്കിയുള്ളവരെല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നത് മറ്റാരുമല്ല, പാൻ തന്നെയാണ്. മുമ്പത്തെ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും പാനാണെങ്കിൽ റിസ പറഞ്ഞതനുസരിച്ച് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. ആ സമയം കറക്റ്റ് റിസയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തണ്ണിനെയും പീമിനെയും കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാകുമ്പോൾ പാനും പെട്ടെന്ന് ബൈക്കും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ച് ജെറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജെറ്റിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പയ്യന്മാർക്കും നല്ല ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അസിസ്റ്റൻ്റ് പയ്യൻ്റെ അടുത്ത് ആ ബൈക്കിൽ വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്ത ആരാണെന്ന് അറിയാവോ, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെയായിട്ട് അത് റിസയും പാനും ആണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് കാണിക്കുന്ന റിസേനെയും പാനിനെയും പിന്നെ പീമിനെയും തണ്ണിനെയാണ്. ഇപ്പോൾ റിസ ഏതോ ഒരു വീട്ടിലേക്ക് ഇവരെ കൊണ്ടുവന്നേക്കാണ്. അതിന് അവളുടെ വീടാണെന്നൊന്നും അറിയത്തില്ല. എന്നാലും റിസ പറയുന്നുണ്ട് നിങ്ങളിനി കുറച്ച് കാലത്തേക്ക് ഇവിടെ നിന്നോ, ഇത് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. സമയം പീമാണെങ്കിൽ റിസയുടെ അടുത്ത് അല്ല നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്തത്, നിങ്ങൾ വല്ലതും ആണോ അന്ന് ആ ഒരു ഡ്രഗിൻ്റെ കാര്യത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയമാണ് നമ്മളെയും കാണിക്കുന്നത് ഫസ്റ്റ് അവൻ്റെ അടുത്ത് ഈ ഒരു ഫെൻറ്റാനിൽ ഡ്രഗിൻ്റെ കേസ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കൊണ്ടുവച്ച് കൊടുത്തത് റിസ പറഞ്ഞതനുസരിച്ച് പാനായിരുന്നു. അപ്പോൾ പാനിൻ്റെ അടുത്ത് അപ്പോൾ ആ പാർട്ടിക്ക് പോയതെന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് നീയാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനാണ്, റിസ പറഞ്ഞിട്ടാണ് താൻ ഹെൽപ്പ് ചെയ്തതെന്ന് പാൻ പറയുന്നുണ്ട്. പീം അപ്പോൾ റിസയോട് അല്ല നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റിസ പറയുന്നുണ്ട് അത് പിന്നെ ജെറ്റിനെങ്ങാനും അച്ഛൻ ആ ഒരു ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനും ഒന്നും ഇല്ലാത്തതായി മാറും നീയും ഒന്നും ഇല്ലാത്തതായി മാറും, നമ്മളും ഒരേ സിറ്റുവേഷനിലുള്ളവരാണ്, നിനക്ക് എന്നെ വന്നിട്ട് മനസ്സിലാക്കാനും പറ്റും, അതുകൊണ്ട് തന്നെ നിനക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതോടെ ഞാൻ നിന്നെ യൂസ് ചെയ്യുവാണെന്ന് പറയാണ്. അപ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിന്നെ ചതിക്കത്തില്ല, ഞാൻ നിന്നെ അവിടെ പുറത്താക്കത്തില്ല എന്ന് നിനക്ക് എന്താ ഉറപ്പെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. റിസ ഇപ്പോൾ നമ്മൾ ഒരേ സിറ്റുവേഷനിലുള്ളവരല്ലേ, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ വിശ്വാസമാണ്, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തണ്ണും പീമും ആ ഒരു വീടിൻ്റെ റൂഫ് ടോപ്പിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നിതായനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ അറ്റാക്കൊക്കെ ഉണ്ടായി, നമ്മളിപ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ്, നിങ്ങളും സേഫ് ആയിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് പീം കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിതായ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ അവൻ തണ്ണിനോടും പറയുന്നുണ്ട്. എന്നിട്ട് പീം വീടിൻ്റെ അകത്ത് കയറി പോകാൻ നിൽക്കുമ്പോഴാണ് തണ്ണ് പീമിൻ്റെ അടുത്ത് അല്ല ഈ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അച്ഛനോട് പറഞ്ഞൂടെ, ജെറ്റാണെങ്കിൽ നിങ്ങളെ കൊല്ലാൻ വരെ നോക്കിയതല്ലേ, അപ്പോൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫാമിലി അല്ലേ എന്നിങ്ങനെ പറയാണ്. പീം അപ്പോൾ എന്ത് ഫാമിലി, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ സിംഗപ്പൂരിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയച്ച ആളാണോ എൻ്റെ അച്ഛൻ, അയാൾ എൻ്റെ കുടുംബമൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തണ്ണ് സോറി എനിക്ക് അതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പീം അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നത് എന്നെ ആകെ മര്യാദയ്ക്ക് കയറിയുന്ന ഒരേ ഒരാൾ നീയാണെന്നാണ്, പക്ഷേ ഇതും പറഞ്ഞ് നീയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കൊന്നും പോകാനൊന്നും നിൽക്കരുത്, അയാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പീമിൻ്റെ അച്ഛൻ കാറിൽ കയറി എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നതാണ്. എന്നാൽ പീം തണ്ണിനോട് തൻ്റെ അച്ഛനെ പോയി കാണരുതെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ തണ്ണാണെങ്കിൽ പീമിൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അയാൾ സംസാരിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട്. തണ്ണാ സമയം ഇതുപോലെയാണ്, പീമാണ് ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, എല്ലാം ജെറ്റിൻ്റെ പരിപാടിയാണ്, ആ ഒരു ഫെൻറ്റാനിൽ ഡ്രഗ് പോലും കൊടുത്തയച്ചത് ജെറ്റ് ചെയ്ത പരിപാടിയാണ് എന്ന് അവൻ പീമിനെ ഫ്രെയിം ചെയ്തതാണ്. അതുമാത്രമല്ല ആ ഒരു ഫാർമസിയിൽ നിന്ന് വുട്ടെന്ന് പറഞ്ഞ ഒരാളെ പിരിച്ചു കിട്ടില്ലേ, അയാളാണെങ്കിൽ ഇത് ശരിക്കും ചെയ്തിട്ടൊന്നുമില്ല, അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജെറ്റാണ് ചെയ്തതെന്ന് അയാളുടെ വാവുണ്ടെന്നൊക്കെ പറയിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പീമിൻ്റെ അച്ഛൻ എനിക്കൊന്നും കേൾക്കണ്ട പോയി തരാനായിട്ട് തണ്ണിനോട് പറയുന്നുണ്ട്. തണ്ണപ്പോൾ അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ജെറ്റാണെങ്കിൽ പീമിനെ കൊല്ലാനായിട്ട് ഇന്നലെ ആളെ അയച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ എന്നിട്ട് പീം ഇപ്പോൾ ഓക്കെ ആണെന്ന് വയ്ക്കുമ്പോൾ അവൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി പറ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട്, ഇല്ലെങ്കിൽ അവനാണെങ്കിൽ മരിക്കുമെന്ന് പറയാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. പിന്നീട് തണ്ണ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പീം അവനോട് അതിനോട് പറഞ്ഞല്ല അച്ഛനെ കാണാനൊന്നും പോകണ്ടെന്ന്, നീ അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ റിസ ആണെങ്കിൽ അവളുടെ റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ
ആ സമയം റിസ പറഞ്ഞതനുസരിച്ച് പാനാണെങ്കിൽ തന്നെ ആരാന്നൊക്കെ അന്വേഷിച്ചിട്ട് അവൻ്റെ ഒരു ഫയലും കൊണ്ട് റിസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തന്നൊരു പോലീസ് ഓഫീസറായിരുന്നു, ജെറ്റിൻ്റെ ഡ്രഗിൻ്റെ കേസ് അന്വേഷിച്ചതും അവനാണെന്ന്. ആ സമയം പാൻ പറയുന്നുണ്ട് മിക്കവാറും അവനെ കൊണ്ട് ഉപയോഗമുള്ളതുകൊണ്ടായിരിക്കും ഭീം അവനെ കൂടെ കൂട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു എന്ന്. ആ സമയം റിസ പറയുന്നുണ്ട് അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവനാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് കുറച്ചുകൂടെ കൂടുതൽ എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല എനിക്കും തണ്ണിൻ്റെ അടുത്ത് എന്തോ ഉണ്ടെന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പാനും ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. അതിനുശേഷം തണ്ണാണെങ്കിൽ അവൻ്റെ സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ടൈമിന് റിസ ആണെങ്കിൽ അവനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. റിസ ചെന്നിട്ട് ഭയങ്കര കാര്യത്തിൽ തന്നെ നിനക്ക് സ്വിം ചെയ്യുന്ന ഇഷ്ടമാണോ, ഭീമും നീയും എത്ര കാലമായിട്ട് പരിചയമുണ്ട്, കണ്ടിട്ട് ഭീം നിന്നെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴത്തേക്കും ഭീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭീം വന്നത് റിസ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്ന് ജലസാക്കാനായിട്ടായിരിക്കും തണ്ണിനോട് കുറച്ചുകൂടെ ക്ലോസായി നിന്ന് അവൻ്റെ ടവലൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. റിസ സംസാരിച്ചിട്ട് പോയി കഴിയുന്നതും തണ്ണ് കുളിക്കാനേ പോകുന്നുണ്ട്. ആ സമയം ഭീം അവൻ്റെ പുറകെ പോയിട്ട് നീയും റിസയും എന്താ സംസാരിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെൻഷനായിട്ട് നീ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല, അവൾ ജസ്റ്റ് എൻ്റെ അടുത്ത് സ്വിമ്മിങ് ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആട്ടേന് ഭീം അത്രേ ഉള്ളൂ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആ സത്യമായിട്ട് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ റിസയുമായിട്ട് അങ്ങനെ ക്ലോസ് ആവാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലേ, അപ്പം ഞാൻ നിങ്ങളുടെ സിസ്റ്ററുമായിട്ട് അങ്ങനെയൊന്നും ക്ലോസ് ആവാൻ പാടില്ലല്ലോ എന്ന് പറയാണ്. ഭീം അപ്പോൾ നീ അങ്ങനെ ചിന്തിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ഇതിപ്പോൾ നീയാണെങ്കിൽ ഞാനുമായിട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഭീം പറയുന്നുണ്ട്. തന്നപ്പോൾ ഇറങ്ങിപ്പോയി എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഭീമിന് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം ഭീം നേരെ റിസയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട് റിസ നമ്മളാണെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം, പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും നമുക്കിടയിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ആ ടൈം റിസയാണെങ്കിൽ നീ തണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനെയും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്, നീ ഇവിടുത്തെ ആവശ്യമില്ലാതെ അവൻ്റെ അടുത്ത് ഇടപെടാൻ വരരുത്, അതൊക്കെ എൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം റിസ അയ്യോ ഞാൻ ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഇടപെടാൻ വന്നേന്നല്ല, ചേട്ടൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ തട്ടിയെടുക്കാനും നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിസയാണെങ്കിൽ ഭീമിനെ സോപ്പിടാൻ നോക്കുന്നുണ്ട്. എന്തായാലും അവൾക്കൊരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജെറ്റിനെയാണ്. ഇവരുടെ അച്ഛനെ ഒരു പുതിയ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരാളെ പോയി മീറ്റ് ചെയ്യുന്നതല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആക്ച്വലി ഇയാൾക്കും ജെറ്റിനും പരസ്പരം ബന്ധമുണ്ട്. അപ്പോൾ ഇയാളും ജെറ്റും തമ്മിൽ ഇപ്പോൾ ഇത് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിലൂടെ അയാൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഫാമിലിയുമായിട്ട് ഞാൻ ക്ലോസ് ആണ്, നിന്നെ എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോജക്റ്റിന് സമ്മതിച്ചത്, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ. അതിനുശേഷം പിന്നീട് ഇയാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഇയാളെ കാറിലേക്ക് പറഞ്ഞു വിടാൻ ഇയാളുടെ കൂടെ ജെറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എല്ലാം തന്നെ നിതായ ഇവരെ ഫോളോ ചെയ്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നീട് ഭീമിനെ കോൾ ചെയ്തിട്ട് ഭീം എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ഈ ഒരു ഫോട്ടോസ് കിട്ടിയതെല്ലാം ഭീമാണെങ്കിൽ റിസേനെയും തണ്ണിനെയും പാനിനെയൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം പറയുന്നുണ്ട് ഇതുപോലെ ആക്ച്വലി ഇയാൾക്ക് ഓൾറെഡി ജെറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ. ആ സമയം പാനിൻ്റെ ഒക്കെ തന്നെ ഒരു സംശയം വരാണ്, ജെറ്റ് ഈ ഒരു ഫെൻറ്റാനി എന്നുള്ള ഡ്രഗ് കടത്തുന്നതിൽ ഇയാൾക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകും, എങ്ങാനും ഈ ഒരു പ്രോജക്റ്റ് അച്ഛൻ ചെയ്യാൻ പോകുന്നതിൽ ഇയാൾ സമ്മതിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട് എല്ലാം പോകും, എല്ലാം ജെറ്റിൻ്റെ പത്ത് അനുസരിച്ച് നടക്കുമെന്നും പറയുന്നുണ്ട്. അതെങ്ങനെയും തടയണമെന്നും ഇവർ നാലുപേരും പരസ്പരം പറയുന്നുണ്ട്. ഇങ്ങനെ അത് ചെയ്യും എന്നിങ്ങനൊരു ടെൻഷനിൽ ഭീം ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതേ കാര്യം ചോദിക്കുകയാണ്, നമ്മളിതെങ്ങനെ ചെയ്യുമെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഈ ഒരാളെയാണ്. ഇയാൾ എന്നൊരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് കാറിൽ കയറി പോകാനായി നിൽക്കുന്നുണ്ട്. ഇയാൾ കാറിൽ കയറി ഇരുന്ന് ഇയാളുടെ ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും കാറങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതാര് ചെയ്ത പണിയാണെന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഇത് തന്നെയാണ് പിന്നെ അങ്ങോട്ട് ന്യൂസിലുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തണ്ണൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടോണ്ടേ തന്നെ തണ്ണിന് ഭീം തന്നെയാണ് ഇത് ചെയ്തത് എന്നൊരു രീതിയിൽ തോന്നിയിട്ട് അവൻ നേരെ ഭീമിൻ്റെ അടുത്തേക്കും റിസയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ ചെല്ലുമ്പോഴത്തേക്കും ഭീമും റിസയും എല്ലാം ഈ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. തണ്ണാണെങ്കിൽ വന്നോണ്ടേ തന്നെ നിങ്ങളാണോ ഇത് ചെയ്തതെന്നിങ്ങനെ ചോദിച്ചിട്ട് ഭീമിനെ വിളിച്ച് മാറ്റി നിർത്താണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് നീയാണോ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭീമാണെങ്കിൽ ഞാനല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് വിശ്വസിക്കുന്നില്ല. തണ്ണ് പറയുന്നുണ്ട് നീ അല്ലാണ്ട് പിന്നെ വേറെ ആര് ചെയ്യാനാ, ഇയാൾ മരിക്കുന്നതിലൂടെ ബെനിഫിറ്റ് കിട്ടാമത് നിനക്കൊരാൾക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരിക്കലുമല്ല, ഇയാളെ പോലൊരു മോശമായിട്ടുള്ള ഒരാൾക്ക് എന്തുമാത്രം ശത്രുക്കളുള്ളതെന്ന് നിനക്കറിയാവോ, പൊളിറ്റിക്സിൽ വരെ ശത്രുക്കളുണ്ട്, അങ്ങനെയുള്ള ഇയാളെ ഞാൻ തന്നെ കൊന്നേന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും, പിന്നെ ഇയാൾ മരിക്കുന്നതിന് നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്, എന്ത് മോശമായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്, പോലീസുകാർക്ക് പോലും ഇയാളുടെ കേസുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ അയാൾ ഇങ്ങനെയെങ്കിലും മരിച്ചത് നന്നായില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും തണ്ണാണെങ്കിൽ നീയാണോ ചെയ്തത് സത്യം പറയാനായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഭീം താനല്ല എന്ന് പറയുമ്പോഴത്തേക്കും തണ്ണത് വിശ്വസിക്കാതെ ഭീമിനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം പാനാണെങ്കിൽ മറങ്ങി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ പിന്നീട് റിസയോട് ഇത് പോയി പറഞ്ഞിട്ട് കാര്യം പറയുന്നുണ്ട്. ഇവർ ജസ്റ്റ് വർക്കിലൂടെ പരിചയപ്പെട്ടവർ മാത്രമാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ തണ്ണാണെങ്കിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ക്ലോസ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് റിസ. അപ്പോൾ ഭീമാണെങ്കിൽ തണ്ണിനെ കുറിച്ച് ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് കൂടുതൽ കെയർ ചെയ്യുന്നത് അതാണ് നമ്മുടെ വീക്ക്നെസ്, ഭീമിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാമെന്ന് റിസ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഭീമിൻ്റെ അച്ഛൻ ചെയ്യാനിരുന്ന
പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യേണ്ട ആളായിരുന്നു ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഇനി നിന്ന് പോകുമോ ഇല്ലേ എന്നൊരു സംശയം വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ജെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ജെറ്റായാലും അച്ഛനായാലും പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഈ പ്രോജക്റ്റ് ഞാൻ പകുതിക്ക് വഴി ഇട്ടിട്ട് പോകത്തില്ല, നമ്മളിത് എന്തായാലും പൂർത്തിയാക്കും എന്നൊക്കെ. അടുത്ത് കാണിക്കുന്നത് നൈറ്റ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. പീമാണോ ആ ഒരാളെ കൊന്നത്, അതിൻ്റെ പിന്നിൽ പീം തന്നെയാണോ ഒരു ഡൗട്ട് ഇവന് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ ഇതേ കാര്യമാണ് ചിന്തിക്കുന്നതെന്ന് അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പാനിന് മനസ്സിലായി. അപ്പോൾ പാനിന് അതിനെക്കുറിച്ച് തണ്ണിനോട് സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോസിനോട് നീ ഇപ്പോൾ എന്തിനു വാങ്ങിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. എന്നിട്ട് പാനാണെങ്കിൽ എന്തേ നീ പീമിനെ കുറിച്ചാണല്ലേ ആലോചിക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തണ്ണിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അത് പീമാണോ ചെയ്തതെന്ന്. തണ്ണപ്പോൾ തനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പീം തന്നെയാണ് ചെയ്തെങ്കിൽ നിനക്ക് നിൻ്റെ പോലീസ് ജോലി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നീ അവനെ അറസ്റ്റ് ചെയ്യുമോ, നിന്നെ കൊണ്ടതിന് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് തണ്ണിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അടുത്ത് പീമിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ് വീട്ടിൽ. തണ്ണ് രാവിലെ ദേഷ്യപ്പെട്ട് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് അവൻ ഉറങ്ങാനായി പോകാൻ നിൽക്കുമ്പോഴാണ് തണ്ണ് അങ്ങോട്ടേക്ക് വരുന്നത്. തണ്ണിനെ കാണുന്നതും പീം അവൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തണ്ണ് അവനുമായിട്ട് ഒഴുകി മാറുന്നുണ്ട്. പീം അവനോട് നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല തണ്ണ് പറയുന്നുണ്ട്. പീം അപ്പോൾ എങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നോട് സംസാരിക്കുകയെങ്കിലും ചെയ്യ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് തണ്ണ് പീമിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും നീയാണോ ചെയ്തതെന്ന്. പീം അപ്പോൾ സത്യമായിട്ടല്ല ഞാനല്ല ചെയ്തത്, ഞാൻ പ്രോമിസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് പറയുന്നുണ്ട് എനിക്ക് നീ എന്താ പറയുന്നത്, സത്യമാണോ കള്ളമാണോ എന്നൊന്നും മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ആദ്യമേ നമ്മൾ മീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നീയുമായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് നിർത്താണ്, എനിക്ക് നീയുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പീം അല്ല നീയല്ലേ പറഞ്ഞത് നിനക്ക് എന്നോട് ദേഷ്യമില്ലാന്ന്, പിന്നെ എന്താ ഇപ്പം ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തണ്ണാണെങ്കിൽ അത് പിന്നെ എനിക്ക് നിന്നെന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യും നമ്മൾ എന്നിങ്ങനെ ചോദിച്ചിട്ട് തണ്ണ് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ പീമാനെ തടഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, ജെറ്റിൻ്റെ ഈ ഒരു കേസും കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞുകൊണ്ടേ തന്നെ ഇപ്പോൾ ഇയാളുടെ ഈ ഒരു അപകടം അതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തന്നപ്പോൾ ഓക്കെ ശരി, പക്ഷേ നീ എങ്ങാനും അതിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് തണ്ണ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം കാണിക്കുന്നത് പീമിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അയാളുടെ ഓഫീസിൽ ഇനി ഇരിക്കുന്ന ടൈമിൽ ജെറ്റിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെറ്റ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റിയാ വിളിച്ചത്, നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യമെല്ലാം സംസാരിക്കാനാണോ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ ഇവന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. വേറെ ഒരു ഫോട്ടോയോ അല്ല, നിതായാണെങ്കിൽ ഇവനും പിന്നെ ആ ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാൻ നിന്ന് ഇപ്പം മരിച്ചു പോയിട്ടുള്ള ആളും ഒരുമിച്ച് നിൽക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തല്ലോ, ആ ഫോട്ടോസ് തന്നെയാണ്. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും ജെറ്റിന് മനസ്സിലായി തൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമായിരുന്നു. ആ സമയം തന്നെ അച്ഛൻ ഇവൻ്റെ ദേഷ്യപ്പെട്ടിട്ട് ഞാനറിയാണ്ട് എൻ്റെ പുറകെ കൂടെ നീ ഇയാളുമായിട്ട് ഡീൽ വയ്ക്കാൻ നിൽക്കുവാണല്ലേ, വെറുതെ ഓരോ കള്ളം പറഞ്ഞ് കോയിൻസിഡൻസ് ആയിട്ട് അയാളുമായിട്ട് മീറ്റ് ചെയ്താണെന്നൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട, എന്നെ പറ്റിക്കാനും നോക്കണ്ട, ആ ഒരു ഡ്രഗിൻ്റെ കേസിലും നീയാണുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ എൻ്റെ മൂത്ത മോനായതുകൊണ്ട് മാത്രമാണ് പീമിനെ കൊണ്ട് ഞാൻ ആ അന്വേഷണം നിർത്തിപ്പിച്ചിട്ട് അവനെ ഇവിടെ പുറത്താക്കാൻ വരെ നോക്കിയത്. നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നീ സൈഡിൽ കൂടെ എനിക്കിട്ട് വേറെ പണി തരുവാണല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിന് പുതിയ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് നീ തിരിച്ചു വന്നാൽ മതി, നീ എങ്ങാനും സമയത്തിന് കണ്ടുപിടിച്ചില്ലെങ്കിൽ പീമിനെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ജെറ്റിനെ പറഞ്ഞു വിടുന്നുണ്ട്. ജെറ്റ് അവൻ്റെ ഓഫീസിൽ പോയിട്ട് സകല ദേഷ്യം പുറത്തെടുക്കുന്നുണ്ട്. ആ സമയം തന്നെയാണ് ഈ ഒരു ഉട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാർമസിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രഗിൻ്റെ കേസ് ഇവർ തലയിലാക്കി വെച്ച് കൊടുത്ത് അയാൾ കോൾ ചെയ്യുന്നത്. അയാളെ നമ്മൾ വിചാരിച്ച പോലെ ഇവർ കൊന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇവർ അയാളെ കൊണ്ട് മറ്റൊരു മറച്ചു വെച്ചേക്കാണ്. അയാൾ കോൾ ചെയ്തിട്ട് ഞാൻ ഇനി തിരിച്ചങ്ങോട്ടേക്ക് വന്നോട്ടെ, പീമിനെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞു, ഇനി ഞാൻ വന്നോട്ടെ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്തും കുട്ടിയുടെ അടുത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ ഇപ്പം വരണ്ട, കുറച്ച് കാര്യം കൂടെ ഹാൻഡിൽ ചെയ്യാനുണ്ട്, നീ ഞാൻ പറയുന്ന അനുസരിക്കുന്നിടത്തോളം കാലം നിൻ്റെ വൈഫിനെയും കുട്ടീനെയും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജെറ്റ് കോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഫോൺ ദേഷ്യത്തിൽ വലിച്ചെറിയുന്നുണ്ട്. പീമിനെ ഈ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു കയറാൻ താൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നും ജെറ്റ് പറയുന്നുണ്ട്. പിന്നീട് ജെറ്റാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ പോയി കാണുന്നുണ്ട്. അതെല്ലാം തന്നെ പാനാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പാൻ റിസൈനെയും പിന്നെ തണ്ണിനെയും പീമിനെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, മിക്കവാറും അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവനാണെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ ഇതിൻ്റെ സംസാരം നടക്കുന്നുണ്ട്. ആ സമയം പീമ് പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും ഞാൻ വീണ്ടും തിരിച്ചങ്ങ് കയറി പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഒരു പുതിയ ക്യാരക്ടറിൻ്റെ എൻട്രിയാണ്. ആളുടെ പേര് ജെയ്സൺ ലീ എന്നാണ്. ഈ ജെയ്സൺ ലീ എന്ന് പറയുമ്പോഴത്തേക്കും പീമിൻ്റെ കൂടെ അങ്ങ് സിംഗപ്പൂരിലായിരുന്നപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ പീം വിളിച്ചിട്ട് ഇയാളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. വന്നുകൊണ്ടേ തന്നെ ഇയാൾ പീമിൻ്റെ അടുത്ത് എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൻ്റെ അകത്തേക്ക് ഇവർ രണ്ടുപേരും മാത്രം കയറി പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നാണെങ്കിൽ ഇതാരാന്ന് റിസയോട് ചോദിക്കുന്ന സമയത്ത് റിസ പറയുന്നുണ്ട് ഇത് പീമിൻ്റെ കൂടെ സിംഗപ്പൂർ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇയാളെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ആളുടെ പേര് ജെയ്സൺ ലീ എന്നാണ്. അത് മാത്രമല്ല പീമിൻ്റെ ഷുഗർ ഡാഡിയാണെന്നും കൂടെ പറയുന്നുണ്ട്. അതേസമയം ജെയ്സനെയും പീമിനെയും കാണിക്കുമ്പോൾ രണ്ടും കൂടെ റൂമിൻ്റെ അകത്തേക്ക് പോയിട്ട് ഭയങ്കര സംസാരമാണ്. സംസാരം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊന്നുമല്ല, ഫ്ലേട്ടിംഗ് ഉണ്ട്. അത് മാത്രമല്ല ജെയ്സൺ ആണെങ്കിൽ പീമിനോട് പറയുന്നുണ്ട് ലാസ്റ്റ് ടൈം നീ എന്നെ വിട്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ടൈമിന് കുറേ പൈസയും കൂടെ എടുത്തുകൊണ്ടാണ് പോയത്, നീ എന്നെ ചീറ്റ് ചെയ്തു, അപ്പോൾ എനിക്കാണെങ്കിൽ നിന്നെ കൊല്ലണമെന്നുള്ള ദേഷ്യമുണ്ട്, പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെ ഇനി വേണമെന്നുള്ളൊരു ഫീലിംഗ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്
രണ്ടുപേരും തമ്മിൽ അങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പീം അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കൊല്ലണമെന്നാണ് ആഗ്രഹമെങ്കിൽ കൊന്നോ, എനിക്ക് യാതൊരു പ്രശ്നമില്ലാന്ന്. എന്നാൽ ജെയ്സണാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. ജെയ്സൺ പറയുന്നുണ്ട്, നിൻ്റെ മുഖം കാണുമ്പോൾ എന്നെ കൊണ്ടതിനും പറ്റുന്നില്ല. പൈസ ഒരിക്കലും എന്നെ ചതിക്കാറില്ല, പക്ഷേ നീ ചതിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ അങ്ങോട്ട് തോന്നുന്നില്ല. മറ്റാരും എന്നെ ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല, നീ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പീമിനെ കിസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ പീം അതൊക്കെ പിന്നെ, ഇപ്പം ഞാനാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് നിന്നെ വിളിച്ചത്. നീ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം നിനക്കും കൂടെ വിട്ട് തന്ന് നിനക്കൊരു ഷെയർ തരാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്സണാണെങ്കിൽ ഓക്കെ നല്ലൊരു ഡീലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തണ്ണാണെങ്കിൽ പുറത്തുനിന്ന് റിസൈഡ് എടുത്ത് അവരകത്തേക്ക് കയറിപ്പോയിട്ട് കുറേ നേരം ആയല്ലോ, അവരെന്താ ഇത്ര നേരമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാത്തേ, എനിക്ക് ജെയ്സണിൽ നിന്നും തീരെ വിശ്വാസമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റൽ മേഖലയിൽ തന്നെ ബന്ധമുള്ള ഒരാളാണെങ്കിൽ ഒരു ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാൾ തന്നെ കുറേ ക്യാഷൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ആ ഒരു മീറ്റിംഗ് ഇപ്പോൾ നടക്കുകയാണ്. ഈ ഒരു മീറ്റിങ്ങിലേക്ക് ജെറ്റും അവരുടെ അച്ഛനും വന്നിട്ടുണ്ട്. മറ്റൊന്നല്ല ഉദ്ദേശം ഇയാളെ അവരുടെ പുതിയ പ്രോജക്റ്റിലെ ഇൻവെസ്റ്റർ ആക്കിയെടുക്കാനാണ്. കാരണം ജെറ്റ് കുറേ ഇൻവെസ്റ്റേഴ്സിനെ കാണാനായിട്ട് പോയെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നേരെ ഇയാളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ജെയ്സൺ അങ്ങോട്ടേക്ക് കയറി വരാണ്. ജെയ്സൺ ഓൾറെഡി തന്നെ നമ്മുടെ പീമിൻ്റെ അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെ ജെയ്സൺ നീ എന്താ ഇവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്ന ടൈമിന് ജെയ്സൺ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇയാളുമായിട്ട് ഒരു കോൺട്രാക്റ്റ് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഞാനും ഇയാളും കൂടെ ഒരുമിച്ച് ഓൾറെഡി ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. ആ സമയം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരാളും അതെ അതെ ഞങ്ങൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രോജക്റ്റ് ഈ റീസൈക്ലിംഗ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജെറ്റാണെങ്കിൽ ഇത് കേട്ടിട്ട്, അല്ല ജെയ്സൺ നിനക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഞാൻ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അതാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരാളത് ഇതാണെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ജെറ്റും അവൻ്റെ അച്ഛനും നോക്കുമ്പോൾ മറ്റാരുമല്ല, അത് പീം തന്നെയായിരുന്നു. പീമിനെ കാണുന്നതും അച്ഛനാണെങ്കിൽ അവനോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ജെയ്സൺ വന്നിട്ട് ദേ ഇതാണ് പീം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകാനേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജെയ്സൻ്റെ കൈയാണെങ്കിൽ പീമിൻ്റെ ഇടുപ്പിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും തണ്ണിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ജെറ്റും അച്ഛനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പീം കാരണം ആ ഒരു കോൺട്രാക്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവർ ഭയങ്കര ദേഷ്യത്തിലാണ്. അച്ഛനാണെങ്കിൽ ഇവനോട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പീമാണെങ്കിൽ ജെയ്സൻ്റെ കൂടെ നൈറ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പോകാനായി നിൽക്കുന്നതാണ്. തണ്ണാണെങ്കിൽ താൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പീം ഇല്ല കുഴപ്പമില്ല നീ പൊക്കോന്ന് പറഞ്ഞിട്ട് ജെയ്സൻ്റെ കാറിൽ കയറി അവൻ്റെ കൂടെ പോകുന്നുണ്ട്. പീം ഇങ്ങനെ ജെയ്സൻ്റെ കൂടെ പോയതില്ലേ തണ്ണിന് നല്ല സങ്കടമുണ്ട്. അത് മാത്രമല്ല പീമും തണ്ണിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ കാറിൽ പോകുന്ന ടൈമിന് ജെയ്സൺ പീമിനോട് നിൻ്റെ ബോഡി ഗാർഡിൻ്റെ പേരെന്തായിരുന്നു, തണ്ണല്ലേ, നീ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, നീ അവനെക്കുറിച്ചാണോ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആട്ടേനും പീം ഞാനെന്തിനാ അവനെക്കുറിച്ച് ആലോചിക്കുന്നത്, അവൻ ജസ്റ്റ് എൻ്റെ ബോഡി ഗാർഡ് മാത്രമല്ലേ, ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലും ജെയ്സൺ അതാണ് വേണ്ടത്, എനിക്കും അതാണ് താല്പര്യം, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ മറ്റാരെക്കുറിച്ചും നീ ആലോചിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊരു വീഡിയോ ഇട്ടായിരുന്നു. ബൈ.